ചെറിയ അടയാളങ്ങളിൽ ഏതെങ്കിലും നടക്കാനുണ്ടോ എന്ന് വെച്ചാൽ അപൂർവങ്ങളിൽ അപൂർവം. ഇത്രയും നടന്നു, പലതും നടന്നു. പലിശയും മദ്യപാനവും ലഹരിയും ഈ ഉമ്മത്ത് ഹലാലാക്കുമെന്ന് കാലങ്ങൾക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംർ ഈ ഉമ്മത്ത് ഹലാലാക്കുന്നു പറഞ്ഞപ്പോൾ അന്നത്തെ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ വഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന, അതിന്റെ തിക്തഫലങ്ങളൊക്കെ ഇത്രയും വളരെ ശക്തമായിട്ട് വിശദീകരിച്ചിട്ടും മദ്യവും ലഹരിയും എങ്ങനെയാണ് ഈ ഉമ്മത്ത് ഹലാലാക്കുക? തങ്ങൾ പറഞ്ഞു, സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ വാക്ക് എത്രയും സിദ്ഖാണ്, എത്രമാത്രം ക്ലിയറാണ്. മറ്റു പേര് പറഞ്ഞിട്ട് അവര് ഹലാലാക്കും. ഉസ്താദേ, ഇത് നിങ്ങളെ പറഞ്ഞ ഖംറല്ല, ഇത് ആൽക്കഹോളാണ്, ഇത് ബീറാണ്, ഇത് വിസ്കിയാണ്, അല്ലെങ്കിൽ MDM ആണ്, ADM ആണ്, അക്ഷരക്കൂട്ടങ്ങൾ പറഞ്ഞവര് ഹലാലാക്കും. സ്വദഖ റസൂലുള്ളാഹി. ലോകത്ത് നടന്നു കഴിഞ്ഞു സഹോദരങ്ങളെ, സംഭവിച്ചു കഴിഞ്ഞു. മറ്റൊന്നാണ് ആണ് പെണ്ണാവുക, പെണ്ണ് ആണാവുക. നടന്നില്ലേ? നിങ്ങൾക്ക് പെണ്ണാണെന്നുണ്ടോ? അല്ലാ, സംവിധാനം ലോകത്ത്. ആണിന് പെണ്ണാൻ ആഗ്രഹം, പെണ്ണിന് ആണാകാൻ ആഗ്രഹം. അതാ നടക്കുന്നത്. കെട്ടിവെച്ചാ മതി ഇഷ്ടം പോലെ, അവരുദ്ദേശിക്കുന്ന അത്രയും കാശ്. മനുഷ്യനൊരു പ്രശ്നവുമില്ലാതെ അവന്റെ അവയവങ്ങൾ വിതരണം ചെയ്യും, വിൽപ്പന വെക്കും. മറ്റൊരു അടയാളം, വൃക്ക വിൽക്കുന്നില്ലേ, കിഡ്നി വിൽക്കുന്നില്ലേ, എന്തെല്ലാം വിൽക്കുന്നില്ല, കാശ് കൊടുത്താൽ എല്ലാം കിട്ടില്ല. എന്താ നടക്കാത്തത്? അവിടുന്ന് അന്ന് എണ്ണിപ്പറഞ്ഞത്, ഒരു ഹദീസിൽ തന്നെ തങ്ങൾ എണ്ണിപ്പറഞ്ഞത് 75 എണ്ണം. ഓരോന്നോരോന്ന് സംഭവിച്ചു കഴിഞ്ഞു. ഇനി കാത്തിരിക്കുന്നത് 10 അടയാളങ്ങളിൽ ആദ്യം പറഞ്ഞ അടയാളമാണ് ഖുറൂജുൽ മസീഹി ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ ആഗമനം. അത് കാത്തുകൊണ്ടിരിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.